ഇന്ന് ഏറ്റവും കൂടുതൽ കേരളത്തിൽ ആത്മഹത്യ കൂടുതൽ പുരുഷന്മാരാണ്. രോഗബാധിതരല്ല, ആത്മഹത്യ ചെയ്യുന്നത് കൂടുതലും പുരുഷന്മാരാണ്. അവർക്ക് വേണ്ടി അവരുടെ പ്രശ്നങ്ങളിൽ ഇടപെടുവാൻ വേണ്ടിയിട്ട് ഒരാളില്ല. ഞങ്ങൾ ഈ സംഘടന ഇതിൽ ഇടപെടാതിരുന്നുവെങ്കിൽ ഒരു 50-60 ദിവസം സവാദ് എന്ന് പറയുന്ന വ്യക്തി ജയിലിൽ കിടക്കേണ്ടി വരും. പക്ഷേ സവാദ് നമ്മുടെ കൂടെ പോലെ യഥാർത്ഥം നല്ല രീതിയിൽ സഹകരിച്ചിട്ടില്ല ഇറങ്ങിയതിനു ശേഷം. പെൺകുട്ടികളുടെ മുന്നിൽ ഷോ കാണിക്കാൻ, അടി കൊടുക്കാനും മറ്റും ഇടപെടുന്ന ആണുങ്ങളെ പറ്റി പറഞ്ഞിട്ടുണ്ട്. അവർക്ക് ഈ കേരള മെൻസ് അസോസിയേഷന്റെ ഭാഗമായി വരും. അതിനാണ് നമ്മൾ പാവാടകൾ എന്ന് പറയുന്നത്. ഇവന്മിച്ചുകളെക്കാൾ വിഷമാണ് ഈ പാവാട. ആണുങ്ങൾക്ക് വേണ്ടി ചോദിക്കും, തീർച്ചയായിട്ടും ചോദിച്ചിരിക്കും. എത്തരത്തിലുള്ള ആണുങ്ങൾക്ക് വേണ്ടി? ഇത്തരത്തിലുള്ള ആണുങ്ങൾ നല്ല പ്രവൃത്തികൾ ചെയ്യുന്ന, നീതിക്ക് വേണ്ടി പോരാടുന്ന, അല്ലെങ്കിൽ നല്ല രീതിയിൽ ഒരു ഫാമിലി നടത്തിക്കൊണ്ട് പോയിട്ട് അദ്ദേഹത്തിന് ഏതെങ്കിലും രീതിയിൽ മോശം അനുഭവം വൈഫിൽ നിന്നോ ഫാമിലിയിൽ നിന്നോ ഉണ്ടായാൽ തീർച്ചയായിട്ടും ചോദിക്കും. അത് ശക്തമായിട്ടുള്ള ചോദ്യം തന്നെയായിരിക്കും കേരള മെൻസ് ചോദിക്കുന്നത്. തിരുവനന്തപുരത്ത് നിന്ന് കാസർഗോഡ് വരെയുള്ള 14 ജില്ലകളിലായിട്ട് കുടുംബം പോറ്റാൻ കഴിയാതെ തളർന്നു കിടക്കുന്നവർ, രോഗബാധിതരായവർ, വൃക്കയില്ലാത്തവർ, അങ്ങനെ ഒട്ടനവധി പേർ സഹായം അഭ്യർത്ഥിച്ച് കിടക്കുന്ന ഒരുപാട് ആളുകൾ. ഇവരുടെ ഒന്നും വിഷയത്തിൽ ഈ ഓൾ കേരള മെൻസ് അസോസിയേഷൻ ഇടപെട്ട് കണ്ടിട്ടില്ല. നിങ്ങൾ ഇടപെടുന്നത് KSRTC ബസ്സിൽ ലൈംഗിക അവയവം പുറത്ത് കാണിക്കുന്നു, സ്ത്രീ പീഡനത്തിൽ പ്രതിയാകുന്നു. ഇവരുടെയൊക്കെ വിഷയങ്ങളിൽ ഭയങ്കര നാക്കാണ്. ഈ പാവപ്പെട്ട ഇങ്ങനെ അസുഖബാധിതരായി കിടക്കുന്ന സഹായം ആവശ്യമുള്ളവർക്ക് വേണ്ടി ഒന്നും ചെയ്തു തന്നിട്ടില്ല. ഈ വൃക്ക പോയവർക്കും ഹാർട്ട് പോയവർക്കും ഈ ലിവർ പോയവർക്കും ഒക്കെ കൃത്യമായിട്ട് ഒരുപാട് സംവിധാനങ്ങളുണ്ട്. നാനാഭാഗത്തും അവരെ സംരക്ഷിക്കുവാൻ വേണ്ടി ഒരുപാട് പേര്, എന്ന് വെച്ചാൽ നന്മ മരങ്ങൾ എന്ന് പറഞ്ഞതിന് കേരളത്തിൽ ഒരുപാട് പേര്. പക്ഷേ പുരുഷന്മാരുടെ പ്രശ്നങ്ങൾ, ഈ അസുഖം ബാധിച്ചവർക്ക് അവരുടെ ട്രീറ്റ്മെന്റ് മാത്രം നോക്കിയാൽ മതി. പക്ഷേ എല്ലാ രീതിയിലും തകർന്ന് ജീവിതം വഴിമുട്ടി, എന്നുവെച്ചാൽ ഇന്ന് ഏറ്റവും കൂടുതൽ കേരളത്തിൽ ആത്മഹത്യ കൂടുതൽ പുരുഷന്മാരാണ്. രോഗബാധിതരല്ല, ആത്മഹത്യ ചെയ്യുന്നത് കൂടുതലും പുരുഷന്മാരാണ്. അവർക്ക് വേണ്ടി അവരുടെ പ്രശ്നങ്ങളിൽ ഇടപെടുവാൻ വേണ്ടിയിട്ട് ഒരാളില്ല. അവിടെയാണ് പ്രശ്നം. ബാക്കിയുള്ളവർക്ക് എല്ലാവരും ഉണ്ട്, എല്ലാ സംവിധാനങ്ങളും ഉണ്ട്. സർക്കാരുണ്ട്, ഈ ഇതുപോലെ പറഞ്ഞ നന്മകരങ്ങളുണ്ട്, മറ്റ് സംഘടനകളുണ്ട്, ഒരുപാട് പേര്, നാട്ടുകാരുണ്ട്, റെസിഡൻസ് അസോസിയേഷൻകാരുണ്ട്, എല്ലാവരും ഉണ്ട്. പക്ഷെ പുരുഷന്മാരെ അവരുടെ ഒരു കരച്ചിൽ കേൾക്കാൻ, അവരുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുവാൻ വേണ്ടി ഒരാളില്ല. അത് ഈ ഓൾ കേരള മെൻസ് അസോസിയേഷൻ മാത്രമേ ഉള്ളൂ, വേറെ സംഘടന പോലും ഒരു ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾ അങ്ങനെ ഇടപെടുന്നതുകൊണ്ട് അവർക്ക് എന്താ പ്രയോജനം? ഞാൻ സവാദ് വിഷയം എടുക്കാം. സവാദിന്റെ വിഷയത്തിലാണ് ഓൾ കേരള മെൻസ് അസോസിയേഷൻ ഏറ്റവും കൂടുതൽ ലൈവ് ലൈനിലേക്ക് വരുന്നത്, ആളുകൾ ശ്രദ്ധിക്കപ്പെടാൻ തുടങ്ങുന്നത്. എന്ത് നീതിയാണ്? അല്ലെങ്കിൽ നിങ്ങൾ പറയുന്നത് സവാദ് ഇരചേർക്കപ്പെട്ട ആളാണെന്ന് പലപ്പോഴും മറ്റൊരു അജിത് കുമാർ പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ ആ ഇരചേർക്കപ്പെട്ട ആൾക്ക് എന്ത് നീതിയാണ് നിങ്ങളെ കൊണ്ട് വാങ്ങിക്കൊടുക്കാൻ പറ്റിയിട്ടുള്ളത്? ഞാൻ പറഞ്ഞുതരാം. ഞങ്ങളുടെ ഇടപെടൽ കൊണ്ടാണ് ഒരു പെൺകുട്ടി ഡയറക്റ്റ് ഒരു പരാതി കൊടുക്കുകയാണ്. അത് മാത്രവുമല്ല, ഇവിടെ നിന്നൊക്കെ എന്താണ് കൊടുപ്പും തൊങ്ങലുമുള്ള വീഡിയോയും ഇറക്കുകയാണ്. ഇങ്ങനെ ഇറക്കി കഴിഞ്ഞാൽ, ഇങ്ങനെ വീഡിയോ ഇറക്കിയിട്ട് ഒരു പരാതി കൊടുത്ത് സോഷ്യൽ മീഡിയയിലും മുഖ്യധാര മാധ്യമങ്ങളെല്ലാം ഏറ്റെടുത്തൊരു കേസ് 13 ദിവസം കൊണ്ട് ഏതെങ്കിലും ഒരു പ്രതിയായിട്ട് നിൽക്കുന്ന ഒരാളിന്, പ്രതിയെന്ന് ആരോപിക്കപ്പെട്ട ഒരാളാണ്, അയാൾ പ്രതിയല്ല, ആരോപിക്കപ്പെട്ട ഒരാളിനെ 13 ദിവസം കൊണ്ട് ഒരു റിമാൻഡിനകത്ത് ജാമ്യം കിട്ടിയ ചരിത്രമുണ്ട്. ഞങ്ങൾ ഈ സംഘടന ഇതിൽ ഇടപെടാതിരുന്നുവെങ്കിൽ ഒരു 50-60 ദിവസം സവാദ് എന്ന് പറയുന്ന വ്യക്തി ജയിലിൽ കിടക്കേണ്ടി വരും. പക്ഷേ സവാദ് നമ്മുടെ കൂടെ പോലെ യഥാർത്ഥം നല്ല രീതിയിൽ സഹകരിച്ചിട്ടില്ല ഇറങ്ങിയതിനു ശേഷം. കാര്യം പുള്ളിക്കാരുടെ പേടിയാണ്. കാരണം എന്താണ്? ഇന്നത്തെ നിയമവ്യവസ്ഥ അങ്ങനെയാണ്. അവർ ഒതുങ്ങിക്കൂടുന്നൊരു സ്വഭാവമാണ് അവരുടെ ഫാമിലി മൊത്തം. അപ്പോൾ അവർക്ക് എങ്ങനെയെങ്കിലും ഒരു കേസ് ഒന്ന് കഴിഞ്ഞ് കിട്ടിയാൽ മതി. എന്നിട്ടും അദ്ദേഹം ഒരു വീഡിയോ ഇറക്കിയിട്ടുണ്ട്, നിലവിലൊരു ഇറക്കിയിട്ടുണ്ട്. അതിൽ അദ്ദേഹം വ്യക്തമായിട്ട് പറയുന്നുണ്ട്, എഡിറ്റ് ചെയ്ത വീഡിയോ ആണ് ഈ പുറത്തിറങ്ങിയത്. അത് വളരെ കറക്റ്റാണ്. അദ്ദേഹം പറയുന്നതെന്ന് പറഞ്ഞാൽ, ഈ ബസ്സിൽ നിന്ന് സംസാരിക്കുന്നത് പിന്നെ അദ്ദേഹം ഓടുന്നതേ ഉള്ളൂ. അപ്പൊ ഇതിനിടയ്ക്ക് നിന്ന് അദ്ദേഹം സംസാരിച്ചുകൊണ്ട് നിന്നപ്പോ ഈ പെൺകുട്ടി പറയുന്നുണ്ട്, ഇവിടെ ആണുങ്ങളാരും ഇല്ലേ തല്ലാൻ ഇയാളെ എന്ന് പറഞ്ഞപ്പോൾ തല്ല് കിട്ടും എന്ന കാര്യം. ഈ പെൺപിള്ളേരുടെ മുൻപിൽ ഹീറോയിസം കാണിക്കാൻ വേണ്ടി കുറെ പുരുഷന്മാരുണ്ടാവുമല്ലോ. അപ്പൊ അവർ തല്ലുമെന്ന് ഉറപ്പ് വന്നത് കൊണ്ടാണ് അദ്ദേഹം ഓടി പോലീസിന്റെ അടുത്തോട്ട് ഓടിപ്പോയത്. അല്ലാതെ അദ്ദേഹം വേറെ ഓടിപ്പോയതോ അല്ലെങ്കിൽ വേറൊരു വിഷയം ആണെന്നല്ല. എന്തുകൊണ്ട് ഈ പെൺകുട്ടി ഈ ബസ്സിൽ നിന്ന് ഉള്ളിൽ നിന്നുള്ള സംസാരവും അത് കഴിഞ്ഞ് ഓടുന്നത് മാത്രം ഇടയ്ക്കുള്ളത് എന്ത് ചെയ്തു? അത് നമ്മളെ ഒരു ചോദ്യമല്ലേ. അപ്പൊ പിന്നീട് അദ്ദേഹം പറഞ്ഞ കാര്യങ്ങളാണ് ഈ പറയുന്നത്. അപ്പൊ ഇത് പുറലോകം വ്യക്തമായിട്ട് അറിഞ്ഞിട്ടില്ല. ഈ പെൺകുട്ടികളുടെ മുന്നിൽ ഷോ കാണിക്കാൻ, അടി കൊടുക്കാനും മറ്റും ഇടപെടുന്ന ആണുങ്ങളെ പറ്റി പറഞ്ഞിട്ടുണ്ട്. അവർക്ക് ഈ കേരള മെൻസ് അസോസിയേഷന്റെ ഭാഗമായി വരും. അതിനാണ് നമ്മൾ പാവാടകളെന്ന് പറയുന്നത്. പാവാടകളെ ഉൾപ്പെടുത്തിയിട്ടില്ല. ഇല്ല, ഒരിക്കലും ഇല്ല. പാവാടകൾ സ്ത്രീകളെന്ന് പറയാൻ പാടില്ല. ഒരു വിഭാഗം ഫെമിനിസ്റ്റുകളാണ്. ഫെമിനിസ്റ്റുകളും പുരുഷ വിദ്വേഷം വെച്ചിട്ട് ഏത് സമയവും പുരുഷന്മാരുടെ കൂടെ എന്തിനും സഹചാര്യ എന്താ പറയാ അവരുടെ കൂടെ നടക്കുന്ന ടീമുകളാണ്. അവരെയാണ് നമ്മൾ തള്ളി വിട്ടിട്ടുള്ളത്. അല്ലാതെ സ്ത്രീകളൊന്നും, നല്ല സ്ത്രീകൾ ഒരുപാട് പേരുണ്ട് ഇന്ന് സമൂഹത്തിൽ.
എന്നെ പിന്തുണയ്ക്കുന്ന, എന്നെ വിളിച്ച് ഈ സംഘടനയ്ക്ക് വേണ്ടിയിട്ട് പ്രവർത്തിക്കാൻ വരെ തയ്യാറെന്ന് പറയുന്നവരുണ്ട്. പ്രിയ ഷൈൻ നമ്മുടെ ഒരു മെമ്പറാണ്, മനസ്സിലായോ, ഡയറക്ടറും ഫിലിം ഫീൽഡിലുള്ളവരാണ്. അപ്പോൾ ഇങ്ങനെയുള്ള ഒരുപാട് പേരുണ്ട്. അപ്പോൾ അവരുടെ പിന്തുണ നമുക്കുണ്ട്. പാവാടകളെ നമ്മൾ ഉൾക്കൊള്ളുന്നുമില്ല, അവരെ നമ്മൾ തള്ളിക്കളയും. നിങ്ങൾ അംഗീകരിക്കാത്ത നിങ്ങളുടെ ഭാഷയിൽ പറഞ്ഞ രണ്ട് കൂട്ടരാണ്. ഒന്ന് പവാടകളായ ആണുങ്ങളും ഫെമിനിസ്റ്റുകളായ പെണ്ണുങ്ങളും. ഫെമിനിസ്റ്റുകളെക്കാൾ വിഷമാണ് ഈ പാവാട. അവിടെയാണ് പ്രശ്നം. അപ്പൊ ഈ രണ്ട് കൂട്ടരെയും ഓൾ കേരള മെൻസ് അസോസിയേഷൻ മൈൻഡ് ചെയ്യുന്നില്ല, അംഗീകരിക്കുന്നില്ല. അംഗീകരിക്കുന്നില്ല.